ചോദ്യം: ഉള്ളി പോലെയുള്ള ദുർഗന്ധവാസനയുള്ള വസ്തുക്കൾ ഭക്ഷിച്ചവൻ പള്ളിയിൽ പ്രവേശിക്കരുതെന്ന് കേൾക്കുന്നു. വസ്തുതയെന്ത്? ഉത്തരം: പ്രസ്തുത ദുർഗന്ധം നീങ്ങുന്നതിന് മുമ്പ് പള്ളിയിൽ പ്രവേശിക്കൽ കറാഹത്താണ്. ചോദ്യം: പുകവലിയുടെ വാസന ദുർഗന്ധമാണോ? ഉത്തരം: അതെ, ദുർഗന്ധമാണ്. അക്കാര്യം ആരും നിഷേധിക്കുമെന്ന് തോന്നുന്നില്ല. ദുർഗന്ധമാണെന്ന് നമ്മുടെ ഫുഖഹാ വിവരിച്ചിട്ടുണ്ട്. ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു എഴുതുന്നു: ഒമിന റീഹൽ കരീഹ റീഹ് ദുഖാൻ അൽ മഷ്ഹൂർ. പുകവലിയാൽ ഉണ്ടാകുന്ന പുകവാസന ദുർഗന്ധത്തിൽപ്പെട്ടതാണ്. പുകവലിക്കാർ ഈ വസ്തുത ഓർക്കണം. ചോദ്യം: വെള്ളിയാഴ്ചയും മറ്റും പള്ളിയിൽ വെച്ച് പലരും സ്വതക്ക നൽകാറുണ്ട്. പള്ളിയിൽ വെച്ച് സ്വതക്ക നൽകാമോ? ഉത്തരം: അതെ, നൽകാം. അത് അനുവദനീയമാണ്. ചോദ്യം: പള്ളിയിൽ വെച്ച് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നിവ പറ്റുമോ? ഉത്തരം: അതെ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് അനുവദനീയമാണ്. ചോദ്യം: പള്ളിയിൽ വെച്ച് കീഴ്വായു പുറപ്പെടുവിക്കാമോ? ഉത്തരം: അത് തെറ്റില്ലെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കലാണ് നല്ലത്. ചോദ്യം: പള്ളിയിൽ വെച്ച് ശബ്ദമുയർത്തൽ, കച്ചവടം നടത്തൽ എന്നിവയുടെ വിധി? ഉത്തരം: കറാഹത്താണ്. അപ്പോൾ അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ചോദ്യം: കാലിന്മേൽ കാല് വെച്ച് പള്ളിയിൽ മലർന്നു കിടക്കുന്ന ചിലരെ കാണാം. ആ കിടത്തം ശരിയാണോ? ഉത്തരം: അതെ, അത് അനുവദനീയമാണ്. ചോദ്യം: പള്ളിയിൽ വെച്ച് നല്ല പാട്ടുകൾ പാടാമോ? ഉത്തരം: അതെ, അതിന് വിരോധമില്ല. ചോദ്യം: പള്ളിയിൽ നജസ് കണ്ടാൽ അത് നീക്കൽ നിർബന്ധമാണോ? ഉത്തരം: അതെ, കണ്ടവർക്ക് അത് നിർബന്ധമാണ്. നജസ് നീക്കാൻ തൊഴിലാളിയെ നിയമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നജസ് കണ്ടവർ നീക്കൽ നിർബന്ധമാണ്. ചോദ്യം: പള്ളിയുടെ സംരക്ഷണാർത്ഥം നിസ്കാര സമയം അല്ലാത്തപ്പോൾ പള്ളി അടച്ചുപൂട്ടാമോ? ഉത്തരം: അതെ, അടച്ചുപൂട്ടൽ അനുവദനീയമാണ്. ചോദ്യം: വിവിധ തരം കൊത്തുപണി കൊണ്ട് പള്ളി അലങ്കാരം നടത്താമോ? ഉത്തരം: അത് പ്രോത്സാഹജനകമല്ല, കറാഹത്താണ്. ചോദ്യം: പള്ളിയുടെ ചുമരിൽ കലണ്ടർ, കഅബയുടെ ഫോട്ടോ എന്നിവ തൂക്കാമോ? ഉത്തരം: കലണ്ടർ, ചിത്രം പോലെയുള്ള വസ്തുക്കൾ പതിക്കുമ്പോൾ ചുമരിൽ പശ പുരളുകയും തൂക്കിയിടുമ്പോൾ ആണി തറച്ച് ചുമരിൻ്റെ തേപ്പ് പൊട്ടുകയും ചെയ്യുന്നുവെങ്കിൽ അത് ഹറാമാണ്. ഇത്തരം നാശങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഹറാമില്ല. നിസ്കരിക്കുന്നവരുടെ ദൃഷ്ടിയിൽ പെടുന്ന സ്ഥലത്താണെങ്കിൽ അത് കറാഹത്താണ്.